കേരള PSCയുടെ പ്രിലിമിനറി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് SCERT പാഠപുസ്തകത്തിലെ കേരളക്കരയിൽ എന്ന പാഠമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന്, പാഠത്തിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കേരളക്കരയിൽ. അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ സവിശേഷതകളാണ്. ആദ്യമേ, കേരളമേ നിന്റെ യോമനപ്പേർ കേൾക്കെ കോൾമ കൊള്ളുന്നെന്നുള്ളമെന്നും, ഇങ്ങനെ കേരളത്തെക്കുറിച്ച് വർണ്ണിച്ച സാഹിത്യകാരൻ ആരാണ്? ചോദ്യം: കേരളമേ നിന്റെ യോമനപ്പേർ കേൾക്കെ കോൾമ കൊള്ളുന്നെന്നുള്ളമെന്നും ഇങ്ങനെ കേരളത്തെക്കുറിച്ച് വർണ്ണിച്ച സാഹിത്യകാരൻ. ആൻസർ: ശ്രീ SK പൊറ്റക്കാട്. ശ്രീ SK പൊറ്റക്കാടാണ് കേരളത്തെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. അടുത്തത്, കേരളത്തിൻ്റെ സ്ഥാനം എവിടെ എന്നതാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി, നമുക്കറിയാം ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് പശ്ചിമഘട്ടത്തിനും, കിഴക്കായിട്ട് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടലും. ചോദ്യമാണ്: കേരളത്തിൻ്റെ കിഴക്ക് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് ഭാഗമായിട്ട് അറബിക്കടലും, കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. പടിഞ്ഞാറാണ് അറബിക്കടൽ, കിഴക്കായിട്ട് പശ്ചിമഘട്ടവുമാണ്. ഇനി നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി റാങ്ക് ഫയലിൽ നിന്നെല്ലാം പഠിക്കുന്നതാണ്. ഭൂപ്രകൃതി 3ആയി തരംതിരിച്ചിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ വരുന്നതാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. ചോദ്യമാണ്, PYQ ആണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി അല്ലാത്തത് ഏതെന്നാണ് കൂടുതൽ പ്രാവശ്യവും ചോദിച്ചിട്ടുള്ളത്. ആദ്യം മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് പഠിക്കാനുള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരം. അപ്പോൾ ഇവിടെ അത് തന്നിട്ടുണ്ട്, അത് മാത്രം. മലനാടാണെങ്കിൽ 75 മീറ്ററിൽ കൂടുതൽ, ഇടനാട് 7.5നും 75 മീറ്ററിനും ഇടയിൽ വരുന്നത്, തീരപ്രദേശം 7.5 മീറ്റർ, 7.5 മീറ്റർ താഴെ വരുന്നതും ആണ് തീരപ്രദേശം. അപ്പോൾ ഏകദേശം 75 മീറ്ററിന് ഉയരത്തിൽ വരുന്നതാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെ ആയിട്ട് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഇനി തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. അപ്പോൾ മലനാട് ഭാഗത്തിൽ വരുന്നത് തെക്ക് തമിഴ്നാട് മുതൽ അങ്ങ് വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന മരങ്ങളാണ് ഈട്ടി, അകില്, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയവ. ഈ പശ്ചിമഘട്ട പ്രദേശത്തിന്, പശ്ചിമഘട്ട മേഖലയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് സഹ്യപർവ്വതനിര. സഹ്യപർവ്വതനിര. അടുത്തത്, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി. ഇപ്പോൾ സൈലന്റ് വാലി കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഏത് താലൂക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണാർക്കാട് താലൂക്കാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക്. മണ്ണാർക്കാട് താലൂക്ക്. അപ്പോൾ ഇതിന്, ഈ ഒരു പ്രദേശത്തിന് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന പേര് വരാനുള്ള കാരണം ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി എന്ന പേര് വന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ വനപ്രദേശം. ഓക്കെ, അടുത്തത് ഇടനാട്.
നേരത്തെ പറഞ്ഞായിരുന്നു. ഇടനാട് കാണപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ ഉയരത്തിൽ 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ കുന്നുകളും താഴ്വരങ്ങളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്ന പ്രദേശമാണ് ഇടനാട്. ആ സെന്റൻസ് ഒന്ന് ഓർത്തു വെക്കുക, അറിയാവുന്നതാണ്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ് ഇടനാട്. അടുത്തത് മൂന്നാമത്തെ പ്രദേശമാണ് ഭൂപ്രകൃതിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗത്തെയാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് തീരപ്രദേശം. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. അടുത്തത് കാലാവസ്ഥ, കേരളത്തിൻ്റെ കാലാവസ്ഥ. അപ്പോൾ ഒരു ചോദ്യം വരാം, അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം കടലിൻ്റെ സാമീപ്യമാണ്. കടലിൻ്റെ സാമീപ്യമാണ് അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഒരുപാട് ചോദ്യം വന്നിട്ടുള്ളതാണ് PYQ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലാവസ്ഥ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം തുടങ്ങുന്നത് ജൂൺ മാസത്തിൽ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അറിയപ്പെടുന്ന പേരുകളാണ് ഇടവപ്പാതി കാലവർഷം. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ജൂൺ മാസത്തിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ആരംഭിക്കുന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലത്തെ തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. PYQ ആണ്. വടക്കു കിഴക്കൻ മൺസൂൺ മഴക്കാലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാവർഷം. വടക്കു കിഴക്കൻ മൺസൂൺ കാലം അറിയപ്പെടുന്നത് തുലാവർഷം. ഇനി പശ്ചിമഘട്ടത്തിൽ നദികളെ കുറിച്ചാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന കേരളത്തിലെ നദികളുടെ എണ്ണം 44. ഇതിൽ കിഴക്കോട്ടൊഴുകുന്ന 3 എണ്ണമാണ് കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. അടുത്തത് 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ ഒരു പുഴയുടെ പേരാണ് കൊടുങ്ങരപ്പള്ളം പുഴ. കൊടുങ്ങരപ്പള്ളം പുഴ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് കൊണ്ട് പുഴയുടെ പേരൊന്ന് അറിഞ്ഞു വെക്കുക. കൊടുങ്ങരപ്പള്ളം പുഴ അട്ടപ്പാടിയിലാണ്. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ അട്ടപ്പാടിയിലെ പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. അപ്പോൾ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ ഉത്ഭവം തമിഴ്നാട് അതിർത്തിയിൽ പെരുമാൾമുടിയിലാണ്. തമിഴ്നാട് അതിർത്തിയിൽ പെരുമാൾമുടി. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴ ഏത്? കൊടുങ്ങരപ്പള്ളം പുഴ. ചോദ്യം, തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. ഓക്കെ. അടുത്തത് കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. ഈ വേമ്പനാട് കായൽ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായൽ. എന്താണ് തടാകങ്ങൾ? കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളെയാണ് തടാകങ്ങൾ എന്ന് പറയുന്നത്. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം. ഇനി കൃഷി രീതി, കൃഷികൾ. തീരപ്രദേശങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമായ
തീരപ്രദേശങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്നത് തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ്. മലനാട്ടിലാണെങ്കിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അവിടെ കൃഷി ചെയ്യുന്നത് തേയില, ഏലം, കുരുമുളക് എന്നീ വിളകളാണ്. മലനാട്ടിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് തേയില, ഏലം, കുരുമുളക്. അടുത്തത്, ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത്. പറഞ്ഞത് ഇത്രയുമാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഭൂപ്രകൃതി മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൽ ഇടവിട്ട് അനുഭവപ്പെടുന്ന മഴക്കാലവും വേനൽക്കാലവും ഇവിടെ വ്യത്യസ്ത കാർഷിക വിളകൾക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നു. കേരളത്തിൽ അധിഷ്ഠിതമായ കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് കേരളത്തിനുള്ളത്. അപ്പോൾ പ്രധാനമായും നമ്മൾ നോക്കിയത് ഭൂപ്രകൃതി വിഭാഗങ്ങളാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളത് എത്ര ഉയരത്തിൽ കൂടുതൽ ഉള്ള ഭൂപ്രദേശമാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. ഈ ഒരു പോയിന്റ് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ കാണാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.